മികച്ച NABL അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു. കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും. MHL സ്മാർട്ട് ലാബ്സ്. 1 ലക്ഷം സൗജന്യ ഡയാലിസിസുകൾ പൂർത്തിയാക്കി എടമുട്ടം ആൽഫ ഡയാലിസിസ് സെന്റർ. 1 ലക്ഷം സൗജന്യ ഡയാലിസിസുകൾ പൂർത്തിയാക്കി എടമുട്ടം ആൽഫ ഡയാലിസിസ് സെന്റർ. പ്രവർത്തനം തുടങ്ങി 5 വർഷം പൂർത്തിയാക്കുന്നതിന് മുന്നാണ് 1 ലക്ഷം സൗജന്യ ഡയാലിസിസുകൾ എന്ന നേട്ടം കൈവരിച്ചത്. എടമുട്ടത്തെ ആൽഫ ഹോസ്പീസിന്റെ ഭാഗമായി 2021 ഫെബ്രുവരിയിൽ 15 മെഷീനുകളോടെയായിരുന്നു സെന്ററിന്റെ തുടക്കം. നിലവിൽ 32 മെഷീനുകളിൽ 3 ഷിഫ്റ്റ് പ്രവർത്തിച്ചാണ് സെന്റർ ഈ നേട്ടം കൈവരിച്ചത്. കോവിഡ് കാലത്ത് ഡയാലിസിസ് സെന്ററുകൾ അടച്ചുപൂട്ടിയിരുന്നപ്പോൾ ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ ആൽഫ ഡയാലിസിസ് സെന്റർ കോവിഡ് ബാധിതർക്കായി 4മതൊരു ഷിഫ്റ്റ് കൂടി പ്രവർത്തിപ്പിച്ചത് ഒട്ടേറെ പ്രശംസ നേടിയിരുന്നു. സെന്ററിലെ ഡയാലിസിസ് മെഷീനുകളെല്ലാം തന്നെ വ്യക്തികളും സംഘടനകളും സ്പോൺസർഷിപ്പായി നൽകിയതാണ്. ഒപ്പം ഡയാലിസിസ് രോഗികളെ സ്പോൺസർ ചെയ്യുന്നവരും പ്രതിമാസ ഡയാലിസിസുകൾ സ്പോൺസർ ചെയ്യുന്നവരുടെ കൂട്ടായ്മയായ ഹാപ്പിനെസ് ക്ലബ്ബ് അംഗങ്ങളും അടങ്ങുന്നവരാണ് ഈ നേട്ടങ്ങൾക്ക് പിന്നിലെന്ന് ആൽഫ ചെയർമാൻ KM നൂർദീൻ പറഞ്ഞു. ഡയാലിസിസ് സൂപ്പർവൈസർ ജിതുൻ ജോർജിന്റെ നേതൃത്വത്തിലുള്ള 21 ടെക്നിക്കൽ സ്റ്റാഫും 4 ഓഫീസ് സ്റ്റാഫും 5 ഹൌസ് കീപ്പിംഗ് സ്റ്റാഫും അടങ്ങുന്നതാണ് ആൽഫ ഡയാലിസിസ് ടീം. ഒപ്പം മെഡിക്കൽ ഓഫീസർ, പാർട്ട് ടൈം നെഫ്രോളജിസ്റ്റ് എന്നിവരും സെന്ററിന്റെ ഭാഗമായിട്ടുണ്ട്. ഡയാലിസിസ് പാലിയേറ്റീവ് കെയറിന്റെ ഭാഗമാകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ആൽഫ കരുതുന്നു. ഡയാലിസിസിന് വിധേയരാകുന്നവരുടെ പ്രതിമാസ മെഡിക്കൽ ചെക്കപ്പുകൾ, ലബോറട്ടറി പരിശോധനകൾ, അത്യാവശ്യ മരുന്നുകൾ, ഡയാലിസിസിനെത്താനും തിരിച്ചുപോകാനും വാഹന സൗകര്യം എന്നിവയെല്ലാം സൗജന്യമായി ഏർപ്പെടുത്താൻ സെന്ററിന് സാധിച്ചത് പാലിയേറ്റീവ് പരിചരണത്തിന്റെ ഭാഗമായി ചിന്തിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണെന്ന് ചെയർമാൻ KM നൂർദീൻ പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഡയാലിസിസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും സൗജന്യമായി ചെയ്യാനായിട്ട് ഡയാലിസിസിന് പല ആളുകളും കിറ്റ് കൊണ്ടുവരാൻ പറയാറുണ്ട്. നമ്മൾ അതൊന്നും പറയാറില്ല. അവർ വന്നാൽ മതി. അതേപോലെ തന്നെ അവർക്ക് വേണ്ടി മാസം പ്രതി വരുന്ന മറ്റ് ചിലവുകളുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, എക്കോ, TMT പോലുള്ള കാര്യങ്ങൾ, ഫിസിഷ്യനെ കാണണം. ഇതെല്ലാം നമ്മൾ സൗജന്യമായിട്ടാണ് ചെയ്യുന്നത്. ഏറ്റവും വലിയ പ്രശ്നം ഇവർക്കുള്ളത് ബൈസ്റ്റാൻഡർ കൂടെ വരണം എന്നുള്ളതാണ്. ബൈസ്റ്റാൻഡർ കൂടെ വന്ന് 4 മണിക്കൂർ സൈക്കിൾ ടൈം മുഴുവൻ ബൈസ്റ്റാൻഡർ വെറുതെ ഇരിക്കണം. യാത്ര ചെയ്യാനുള്ള സമയം വേറെ, 2-3 മണിക്കൂർ വേറെ. 1.5 വിട്ട ദിവസങ്ങൾ വരുമ്പോൾ ബൈസ്റ്റാൻഡർ കൂടി പണി ചെയ്യാനും സാധിക്കാത്ത കാര്യം മനസ്സിലാക്കിയപ്പോൾ നമ്മളൊരു യോഗം വിളിച്ച് പറഞ്ഞു, നിങ്ങൾ വരേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും അത്യാഹിതം ഉണ്ടാവുകയാണെങ്കിൽ അവിടേക്ക് കൊണ്ടുവന്നതൊക്കെ നിങ്ങൾ അറിയിക്കാം, അവിടേക്ക് നിങ്ങൾ വന്നാൽ മതി. സന്തോഷപൂർവ്വം അവരെല്ലാം അത് സ്വീകരിക്കുകയും നമ്മളതനുസരിച്ച് അവർക്ക് വാഹന സൗകര്യം ഏർപ്പാട് ചെയ്ത് പേഷ്യൻസ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരും, വീട്ടിൽ കൊണ്ടുവന്നായി കൊടുക്കും. ഇതിനെല്ലാം വളരെ വലിയൊരു സാമ്പത്തിക ചെലവുണ്ടെന്നുള്ള നേര് തന്നെയാണ്. എന്ന് വെച്ച് സംഭാവന പിരിക്കാൻ സാധാരണ നമ്മൾ നടക്കാറില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം നടക്കുന്നത് ഡൊണേഷൻസ് കൊണ്ടാണ് എന്നുള്ള കാര്യം അറിയിക്കണം. 100 രൂപ ഒരു മാസം തരുന്ന ആയിരക്കണക്കിന് ആളുകൾ നമുക്കുണ്ട്. എല്ലാ മാസവും 100 രൂപ തരും, 1000 രൂപ തരുന്നവർ. ചെറിയ ചെറിയ ഡൊണേഷൻസ് സ്വരുക്കൂട്ടിയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി ചിന്തിക്കുന്ന ഡയാലിസിസ് ആവശ്യമായവരുടെ ജീവിതം സമൂഹത്തിന്റെ ഏറ്റവും പരിഗണന അർഹിക്കേണ്ടതായതിനാൽ കൂടുതൽ ഡയാലിസിസ് സെന്ററുകൾ നടപ്പിലാക്കാൻ ആൽഫ ശ്രമിച്ചു വരികയാണ്. സ്വന്തമായി കെട്ടിടങ്ങളുള്ള ആൽഫയുടെ ലിങ്ക് സെന്ററുകൾ ഭാവിയിൽ ഡയാലിസിസ് സേവനം കൂടി നൽകുന്ന നിലയിലേക്ക് വളരും. ഒപ്പം പുതുതായി പൂർത്തിയാക്കുന്ന ആൽഫ ഹോസ്പീസിൽ 50 ഡയാലിസിസ് മെഷീനുകൾക്കുള്ള സൗകര്യവും ഉൾപ്പെടുത്തുന്നുണ്ട്. തൃശൂർ കോർപ്പറേഷനുമായി സഹകരിച്ച് 50 മെഷീനുകളുള്ള ഡയാലിസിസ് സെന്ററും പൂർത്തീകരിക്കുമെന്നും ആൽഫ ഭാരവാഹികൾ പറഞ്ഞു. ഇതോടനുബന്ധിച്ച് ആൽഫ ഡയാലിസിസ് സെന്ററിൽ നടന്ന ലളിതമായ ചടങ്ങിൽ ചെയർമാൻ KM നൂർദീൻ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റിമാർ, ഡയാലിസിസ് എക്സിക്യൂട്ടീവ് കൌൺസിൽ അംഗങ്ങൾ, ആൽഫ ലിങ്ക് സെന്റർ പ്രതിനിധികൾ, ഡയാലിസിസ് സേവനത്തിലിരിക്കുന്നവർ, കുടുംബാംഗങ്ങൾ, സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സാരി സെലക്ഷൻ കഴിഞ്ഞില്ലേ? എത്ര നേരായി? കല്യാണമൊക്കെ അല്ലേ അച്ഛാ, അപ്പോ ഏറ്റവും ബെസ്റ്റ് തന്നെ ആവണ്ടേ? ഇവരെയും കൊണ്ട് കല്യാണ സാരി വാങ്ങാൻ പോകുമ്പോ കാണാം നിങ്ങളുടെ പോക്കറ്റ് കാലിയാവുന്നത്. അത് ഉറപ്പല്ലേ? എന്നാലും ഏറ്റവും ബെസ്റ്റ് തന്നെ വേണം. ശരി ശരി അങ്കിൾ, പോക്കറ്റ് ഒന്നും കാലിയാവില്ല. ഏറ്റവും എലഗൻ ബെസ്റ്റ് സ്റ്റൈൽ ആൻഡ് ഡിസൈൻസും കിട്ടും. പക്ഷേ സ്വയംവര സിൽക്സിൽ തന്നെ പോണം, അതിന് ഞാൻ ഗ്യാരണ്ടി. സ്വയംവര സിൽക്സ്, മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്.